ആരാണ് കെവിൻ? ഈ ചോദ്യത്തിന് ഉത്തരം തേടിപ്പോയ പോലീസും കസ്റ്റംസും എത്തി നിൽക്കുന്നത് ഒരൊറ്റ ഉത്തരത്തിന് മുന്നിലാണ്. വൈറ്റ് കോളർ ലഹരിക്കടത്തിലെ വൻ സ്രാവാണ് കെവിൻ. ഈ സ്രാവിനെ ഇക്കണ്ട കാലം ഈ പറഞ്ഞ ഡേർട്ടി ബിസിനസ്സിൽ തണലൊരുക്കിയവർ ആരെന്ന ചോദ്യം ബാക്കിയാകുമ്പോൾ കെവിൻ പോയ വഴിയെ ഓരോ വിവരവും മരിച്ചുപെറുക്കി അതിനുള്ള ഉത്തരം ചികയുകയാണ് അന്വേഷണ സംഘം. അഭിനയ മോഹവുമായി സിനിമാ സ്വപ്നം കണ്ട് കൊച്ചിയിലേക്ക് വണ്ടി പിടിച്ച പല പെൺകുട്ടികളും ഇയാളുടെ ലഹരി ട്രാപ്പിൽ പെട്ടിട്ടുണ്ട്. ഇതേ പെൺകുട്ടികളെ ഏജന്റുമാരാക്കിയാണ് വൈറ്റ് കോളർ ലഹരി ബിസിനസ് ഒരു തട്ടും മുട്ടുമില്ലാതെ ഇയാൾ മുന്നോട്ട് കൊണ്ടുപോയത്. കൊച്ചിയിലെ നിശ ക്ലബ്ബുകളിലെ ഡ്രഗ് പാർട്ടികളിലേക്ക് നൽകാൻ എവിടെ നിന്നാണ് കെവിന് ലഹരി ലഭിക്കുന്നത്? ആ ഉറവിടം ഏതെന്ന ചോദ്യവും ബാക്കിയാകുമ്പോൾ കെവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. അങ്ങനെ പോലീസ് പറഞ്ഞ കെവിൻ എന്ന വൺ സ്രാവ് ആരെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയ നടുക്കുന്ന വിവരങ്ങളും ഉൾപ്പെടെയെല്ലാം വിശദമായി പരിശോധിക്കുകയാണ് ക്രൈം ഫയൽ. കാണാം കൊച്ചിയിൽ നിന്ന് എസ് രാഗ്യൻ തയ്യാറാക്കിയ സ്പെഷ്യൽ സ്റ്റോറി. കടവന്ത്രയിലെ വൈറ്റ് കോളർ ഡ്രഗ് പാർട്ടി കേസുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ തൃക്കാക്കരയിൽ ലഹരിയുമായി തൊടുപുഴ സ്വദേശി കെവിൻ പിടിയിലായ കേസുമായി ബന്ധപ്പെട്ടും ചില സുപ്രധാന വിവരങ്ങളാണ് പോലീസിന് മുന്നിലേക്ക്, അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വരുന്നത്. കെവിൻ എന്ന് പറയുന്നത് ഈ ലഹരി വിതരണത്തിലെ ഒരു വമ്പൻ സ്രാവാണ് എന്നതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. സൂചിപ്പിച്ചു വന്നതുപോലെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കടവന്ത്രയിലെ ആഡംബര ഹോട്ടലിൽ നിന്ന് ലഹരി പാർട്ടിക്കിടെ 8 പേർ പോലീസ് പിടിയിലായിരുന്നു. ഡാൻസ് ഓഫ് ആണെന്ന് അവരെ പിടികൂടിയത്. അതിൽ അഭിഭാഷകൻ, ഡോക്ടർ, ഫിസിയോതെറാപ്പിസ്റ്റ് ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെട്ടിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനികളായിരുന്ന ഷോൺ, ജിനോ മുരളി എന്നിവരുമായി കെവിന് വലിയ ബന്ധമുണ്ടായിരുന്നു എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. ലഹരി ഇടപാട് ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഹൈബ്രിഡ് കഞ്ചാവ്, കൊക്കൈൻ എന്നിവയാണ് അന്ന് അവരിൽ നിന്ന് പിടിച്ചെടുത്തത്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം കെവിനെ പിടികൂടിയ സംഭവത്തിൽ പ്രത്യേക കേസുണ്ട്. അതിൽ അന്ന് കെവിനിൽ നിന്ന് ഒരു 183 ഗ്രാം MDMA, 93 ഗ്രാമോളം വരുന്ന എക്സ്റ്റസി പിൽസ് ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ഉറവിടമടക്കം പോലീസ് പരിശോധിക്കുകയാണ്. അങ്ങനെ ആകെ 2 കേസാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കെവിൻ പ്രതിയായിട്ടുള്ള കേസ്, കെവിനിൽ നിന്ന് ലഹരി പിടിച്ചിരുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ 8 അംഗ സംഘം പിടിയിലായ കേസ്. ആ കേസിലേക്ക് കെവിനെ പ്രതി ചേർക്കുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്യാൻ പോകുന്നത്. കടവന്ത്ര പോലീസായിരിക്കും കെവിനെ പ്രതി ചേർത്ത് അതിന്റെ ആ തുടരന്വേഷണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. കെവിന് ലഹരി കിട്ടുന്നത് ഡൽഹി, ബംഗളൂരു തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണെന്നാണ് ഇപ്പോൾ പോലീസിന് ബോധ്യമാകുന്ന കാര്യം. അപ്പോൾ ആരാണിത് നൽകുന്നത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കേസിൽ കൂടുതൽ പ്രതികൾ വരാൻ സാധ്യതയുമുണ്ട്. ഒപ്പം ഇങ്ങനെ കിട്ടുന്ന ലഹരി ഇത് വിതരണം ചെയ്യുകയാണ് ഇയാൾ ചെയ്തിരുന്നത്. ആ വിതരണത്തിനൊരു വലിയ ശൃംഖല തന്നെ കെവിൻ രൂപപ്പെടുത്തിയിരുന്നു. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. അവരെ അടക്കം ഏജന്റുമാരാക്കി നിർത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അതായത് സ്ത്രീകളെ അടക്കം ലഹരി വിതരണത്തിന് ഇരകളാക്കുകയാണ് കെവിൻ ചെയ്തിരുന്നത്. പ്രത്യേകിച്ചും സിനിമയിൽ അവസരമടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ കെവിൻ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്ന കാര്യം. അപ്പോൾ കൂടുതൽ ഏജന്റുമാരെ കേന്ദ്രീകരിച്ചും അതോടൊപ്പം ഈ ഏതൊക്കെ സംഘത്തിനാണ് വിതരണം ചെയ്തിരുന്നത് ലഹരി കെവിൻ എന്ന കാര്യമടക്കം പരിശോധിക്കുന്നു. ഒന്ന് ഈ 8 അംഗ സംഘം ഉണ്ടായിരുന്നു. അതോടൊപ്പം മറ്റു കൂടുതൽ സംഘങ്ങളിലേക്ക് അടക്കം അന്വേഷണം പോകും. സ്വാഭാവികമായിട്ടും കെവിൻ ഇത്തരത്തിൽ വലിയ ഡീലിംഗ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ നൈറ്റ് പാർട്ടികളിലെ ഒരു പ്രധാനപ്പെട്ട ഡ്രഗ് ഡീലറാണ് കെവിൻ എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസിന് ബോധ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ മാത്രം ലക്ഷങ്ങളുടെ ഡീലിംഗ് ആണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇയാൾ നടത്തിയിരിക്കുന്നത്. 20 ലക്ഷത്തിലധികം രൂപയുടെ ഡീലിംഗ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ബോധ്യമാകുന്നത്. പക്ഷേ ആ സംഖ്യ ഉയരുമെന്ന് അന്വേഷണ സംഘമടക്കം പറയുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളിലടക്കം കെവിൻ ആർക്കൊക്കെ ലഹരി കൈമാറിയിട്ടുണ്ട് എന്ന അന്വേഷണവും ആ തരത്തിൽ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ച ഈ കടവന്ത്രയിലെ കേസ്, ആ കേസിലെ സംഘം ഒരു ആഫ്റ്റർ പാർട്ടി എന്ന നിലയിലാണ് അന്ന് അവിടെ ലഹരി പാർട്ടി നടത്തിയത്. അതിനു മുൻപ് ഈ ക്രൂയിസ് പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ക്രൂയിസ് പാർട്ടിയിലടക്കം ഈ പറയുന്ന കെവിൻ ലഹരി എത്തിച്ചിട്ടുണ്ട് എന്ന അനുമാനങ്ങളും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഈ 8 അംഗ സംഘവുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് അടക്കം മുൻപ് പരിശോധന നടത്തിയതാണ് ഈ ഷോണിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്. അന്ന് തലനാരിഴക്കെയാണ് കസ്റ്റംസിന്റെ കയ്യിൽ നിന്ന് ഷോൺ വഴുതിമാറി പോകുന്നത്. അതിനുശേഷമാണ് പിന്നീട് ആഫ്റ്റർ പാർട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ഈ പറയുന്ന
പോലീസ് സംഘം ഇയാളെ പിടികൂടുന്നത്. അങ്ങനെ ഈ 2 കേസുമായി ബന്ധപ്പെട്ടും വളരെ സുപ്രധാനമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് നീങ്ങുകയാണ്. ഇതിനു മുൻപ് ഒരു തവണ കെവിൻ ഡാൻസാഫിന്റെ കസ്റ്റഡിയിലേക്ക് വന്നിട്ടുണ്ട്. അന്ന് 3 യുവതികൾ കെവിനൊപ്പം ഉണ്ടായിരുന്നു താനും. അപ്പോൾ ഇതൊക്കെ അടക്കം കൂട്ടി വായിക്കുമ്പോൾ വലിയ ശൃംഖല തന്നെ ഇയാളുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഇവരുടെ കൂടുതൽ ബന്ധങ്ങൾ, കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ, ലഹരി ഇടപാടിൽ നിന്ന് കിട്ടുന്ന പണം എന്ത് ചെയ്യുന്നു, അതുകൊണ്ട് ആസ്തിവകൾ സമ്പാദിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് പോകാനാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തൃക്കാക്കര പോലീസും കടവന്ത്ര പോലീസും ആ അന്വേഷണം മുന്നോട്ട് നീക്കുന്നു. ഡാൻസാഫ് സംഘവും വിപുലമായിട്ടുള്ള പരിശോധനകളുമായി മുന്നോട്ട് പോവുകയാണ്. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.